എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്നായിരിക്കും, രജിസ്ട്രേഷൻ എക്സാം എന്നായിരിക്കും എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ചാനലിലെ മെമ്പർഷിപ്പിൽ 29 രൂപ മുടക്കി, മന്ത്ലി പേയ്മെൻറ്റാണ് 29 രൂപ മുടക്കി മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അങ്ങനെ ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ മാസം മെമ്പർഷിപ്പ് എടുക്കുകയും നിങ്ങൾ അടുത്ത മാസം അത് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി വിദ്യാർത്ഥികൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുകയാണ്, നിങ്ങൾ ആ മാക്സിമം ഉപയോഗിച്ചോളുക. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും തീർച്ചയായും ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ എന്തൊരു സംശയത്തിനും നമ്മൾ കൃത്യമായ രീതിയിൽ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിലവിലേക്ക് ഈ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെയായി കമൻ്റ് അയച്ചു ചോദിക്കുന്ന ചോദ്യമാണ് 6ാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ എക്സാം എപ്പോഴാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ എക്സാം രജിസ്ട്രേഷൻ ജനുവരി 1 ആരംഭിക്കുകയാണ്. ജനുവരി മാസം 1 തീയതി മുതൽ 2025 ജനുവരി മാസം 1 തീയതി മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാം എപ്പോഴാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എക്സാം ഒരു മാർച്ച് മാസത്തിൽ തന്നെ നടക്കാനാണ് സാധ്യത കൂടുതൽ. അതിന് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രകാരം നിങ്ങളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് നടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജിലെ സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളാണ്. ഈ വർഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോലിക്കും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG BEd ഉൾപ്പെടെയുള്ള അഡ്മിഷൻസിനൊക്കെ പോകേണ്ട വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികം വൈകിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റിയില്ല. ഒരു ജൂൺ മാസത്തോടെയൊക്കെ തന്നെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും ഇനി യൂണിവേഴ്സിറ്റി കൂടുതൽ മുൻതൂക്കം നൽകുക. കാരണം നിങ്ങൾക്ക് പരീക്ഷ വേഗം നടത്തണം, മാർച്ച് ആകുമ്പോഴത്തേക്കും പരീക്ഷ നടത്തണം, ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ലഭ്യമാക്കണം. നിങ്ങൾ ഈ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളെന്താണ് അടുത്ത പഠനത്തിനായിട്ടോ PG BEd ഉൾപ്പെടെയുള്ള പഠനത്തിനായിട്ടോ നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ഇനി കൂടുതൽ ഉത്തരവാദിത്തം വരിക. ജനുവരി 1 മുതൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ കോളേജിലെ സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം. കാരണം നിങ്ങളുടെ കാര്യം വേഗം തീർക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ജൂൺ മാസമാകുമ്പോൾ PG BEd ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ആരംഭിക്കും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ മറ്റു പല ജോലിക്കും പോകാനിരിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റിസൾട്ടും മറ്റ് കാര്യങ്ങളൊന്നും അധികം വൈകിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യമായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ പരിഗണന നൽകുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. മാക്സിമം പേര് ചാനലിലെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. 29 രൂപയാണ് മെമ്പർഷിപ്പ് ചാർജ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലും ചെറിയ തുകയുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്, പക്ഷേ 29 രൂപയാണ് ഏറ്റവും ചെറുത്. നമുക്കതിൽ താഴേക്കുള്ള മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ മാക്സിമം നോക്കിയിരുന്നു, പക്ഷേ ഇത് 29 രൂപയ്ക്ക് താഴേക്കുള്ള ഒരു മെമ്പർഷിപ്പിൻ്റെ ഇത് അതിനകത്ത് കാണുന്നില്ല. ഏറ്റവും ചെറിയ രൂപ 29 നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനിട്ട് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 29 രൂപ മെമ്പർഷിപ്പ് എടുക്കുന്ന പക്ഷം നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. മാസം 29, ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ മാസം എടുക്കുകയെന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം അത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ 29 രൂപ വീണ്ടും അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ മതി. ആ മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഇന്ന് 29 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു മാസമാണ്, ഒരു മന്താണ് അതിൻ്റെ വാലിഡിറ്റി പീരീഡ്. അത് കഴിയുമ്പോൾ എന്തായാലും മെമ്പർഷിപ്പ് ക്യാൻസൽ ആകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് വീണ്ടും മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഏതാണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്ന ഒരു തുല്യം തന്നെയാണിത്. മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഏതായാലും തുല്യം. അപ്പം നമ്മളിപ്പോൾ മൊബൈൽ റീചാർജ് ടൈം കഴിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഏത് കമ്പനിയുടെ സിമ്മായാലും എന്ത് ചെയ്യും, അതിൻ്റെ നമ്മുടെ കോളിങ് കട്ടാകും, നെറ്റ് കട്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന പോലെ ഇത് നിങ്ങൾ 29 രൂപ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് വഴി ലഭിക്കുന്ന ഗുണങ്ങളൊക്കെ നഷ്ടമാകും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ റീചാർജ് പോലെ തന്നെയാണ്. അഥവാ നിങ്ങൾ ഒരു മാസം ചെയ്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അടുത്ത മാസം വേണ്ടെന്ന് തോന്നുകയാണ് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് മുഖേന ലഭിക്കുന്ന ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഞാനോട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ
പിന്നീട് നഷ്ടമാകുകയുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ മെമ്പർഷിപ്പ് നിങ്ങൾ അടുത്ത മാസം ഒരു മാസം ചെയ്തു എന്ന് വെച്ച് നിങ്ങൾ എല്ലാ മാസവും നിർബന്ധമായും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് കളയാൻ സാധിക്കും. എന്നാലും മാക്സിമം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.